തണുത്താൽ നേരെ ഓവനിലേക്കോ വീണ്ടും ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം തണുത്തുപോയാൽ അവ വീണ്ടും ചൂടാക്കി കഴിക്കുക സ്വാഭാവികമാണ്. അല്ലെങ്കിലും ഭക്ഷണം ചൂടോടെ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി. എന്നാൽ ചില ഭക്ഷണങ്ങൾ വീണ്ടും ചൂടാക്കുന്നത് നിങ്ങൾക്ക് ആരോഗ്യത്തിന് അത്ര നല്ലതായിരിക്കണമെന്നില്ല. വീണ്ടും ചൂടാക്കുമ്പോൾ ഭക്ഷണത്തിന്റെ രുചിയിലും ഘടനയിലും മാറ്റം വരാം. അത് ചിലപ്പോഴും ചില കെമിക്കൽ വസ്തുക്കൾ പുറന്തള്ളാനും ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾക്ക് വരെ കാരണമാവുകയും ചെയ്യാം. വീണ്ടും ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത 4 ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പട്ടികയിൽ 1-ാം സ്ഥാനക്കാരൻ ചോറാണ്. അധിക നേരം സാധാരണ താപനിലയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചോറിൽ പെട്ടെന്ന് ബാക്ടീരിയ വികസിക്കാൻ കാരണമാകുന്നു. വീണ്ടും ചൂടാക്കുന്നത് കൊണ്ട് ഇവ നശിച്ചു പോവുകയുമില്ല. വല്ലപ്പോഴും കഴിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഈ ശീലം പതിവാക്കുന്നത് വയറ്റിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാം. ചോറ് എപ്പോഴും ഫ്രഷായി കഴിക്കുന്നതാണ് നല്ലത്. നിരവധി പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ ചീരയെ ഒരു സൂപ്പർ ഫുഡായാണ് കരുതുന്നത്. ചീരയിൽ വിറ്റാമിൻ എ, സി, കെ, ഫോളേറ്റ്, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവ വീണ്ടും ചൂടാക്കുന്നത് ഇതിലടങ്ങിയ നൈട്രേറ്റുകളെ നൈട്രോസാമിനുകളായി മാറ്റും. ഇത് ക്യാൻസറിന് വരെ കാരണമായേക്കാം. നൈട്രേറ്റുകൾ അടങ്ങിയ മറ്റ് ഇലക്കറികളുടെ കാര്യവും സമാനമാണ്. കൂണിൽ പ്രോട്ടീനും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട്. പാകം ചെയ്ത കൂൺ സാധാരണ താപനിലയിൽ സൂക്ഷിക്കുന്നത് ബാക്ടീരിയ വളർച്ചയ്ക്ക് കാരണമാകും. ഇത് വീണ്ടും ചൂടാക്കുന്നതിലൂടെ കൂണിന് അതിന്റെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ നഷ്ടമാകുന്നു. ഇത് അവയിൽ അടങ്ങിയ പ്രോട്ടീന്റെ ഘടനയെയും മാറ്റാം. മാത്രമല്ല അവയുടെ രുചിയിലും ഇത് മാറ്റമുണ്ടാക്കാം. ഉരുളക്കിഴങ്ങ് അധിക നേരം പുറത്തു വെക്കുന്നത് ബാക്ടീരിയ പെരുകാൻ കാരണമാകും. ചൂടാക്കുന്നത് അണുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കും. എന്നാൽ ആവർത്തിച്ച് ചൂടാക്കുമ്പോൾ സ്റ്റാർച്ചിന്റെ രൂപം മാറും. ഇത് ദഹനം കഠിനമാക്കും.